ഹലോ സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നോക്കിയ 1010, അതായത് നോക്കിയ 105ൻ്റെ ഓണാകില്ലാത്ത കംപ്ലയിൻറ്റ്, ചാർജിങ് കംപ്ലയിൻറ്റ് മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് നമുക്ക് ഫോണൊന്ന് ഓണാക്കി നോക്കാം. ഫോൺ ഓണാക്കിയിട്ട് ഫോൺ ഓണാകുന്നില്ല. നമുക്കൊന്നും കൂടെ ഒന്ന് ഓണാക്കി നോക്കാം. പിന്നെ നിങ്ങൾ ഓണാക്കുമ്പോൾ ബാറ്ററിയിൽ ചാർജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ ബാറ്ററി ഞാൻ നോക്കിയിട്ടില്ല ഇതിൽ ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഞാൻ വേറൊരു വഴിക്കാണ് ഇത് റിപ്പയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പം ബാറ്ററി അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ചാർജർ കുത്തിയേച്ച് ആദ്യം ഒന്ന് ബാറ്ററി ഇട്ട് നോക്കട്ടെ എന്നതെങ്കിലും റെസ്പോൺസ് ഉണ്ടോ എന്ന്. ഒരു റെസ്പോൺസും തന്നെ കാണുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ബാറ്ററി കണക്ടർ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്രോബ് നെഗറ്റീവ് വയ്ക്കുക, ഒരു പ്രോബ് ബാറ്ററി കണക്ടറിൻ്റെ പോസിറ്റീവ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. കണ്ടോ, വരുന്നില്ല, വോൾട്ടേജ് ഒന്നും വരുന്നില്ല. അതായത് നമ്മുടെ ബാറ്ററി ചാർജ് ഇല്ലെങ്കിലും ഇതിനെന്തോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. ചാർജിങ് സെക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻ്റ് ആവാനാണ് സാധ്യത. ആദ്യമായിട്ട് നമുക്കിവിടെ ഒരു കറുത്ത ഒരു കമ്പോണൻ്റ് ഇരിപ്പുണ്ട്. ഒരു ഐ സി ആണ്, ചെറിയൊരു ഐ സി ആണ് 4 ലെഗുള്ളത്. അതൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചാർജർ ഒന്ന് കുത്തട്ടെ. കുത്തിയിട്ട് യാതൊരു പ്രയോജനവും കാണുന്നില്ല. ആ ഐ സി ഷോർട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഐ സി ഉണ്ട്, വേറൊരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ കാര്യം ഞാൻ പറയാം. ഇത് ഷോർട്ടാണെങ്കിൽ നിങ്ങളുടെ ഈ ചാർജിങ് ഐ സി എന്ന് പറയുന്ന ഒരു മോസ്ഫെറ്റാണ്. ആ മോസ്ഫെറ്റ് വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് ഈ മോസ്ഫെറ്റിലേക്ക് ചെല്ലുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാർജിങ് സെക്ഷൻ വർക്ക് ചെയ്യാതെ പോവും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടുത്തെ വോൾട്ടേജ് ഒന്ന് നോക്കാം. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ടാവും, അതിലുള്ള വോൾട്ടേജ് ഒന്ന് നോക്കാം. വോൾട്ടേജ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതിനടിയിൽ, തൊട്ടടിയിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. ആ കപ്പാസിറ്റർ ഷോർട്ട് ആണെങ്കിലും ഇവിടെ നമ്മൾ വോൾട്ടേജ് നോക്കുമ്പോൾ കാണിക്കുകയില്ല. ചാർജിങ് കണക്ടർ കംപ്ലയിൻ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതായത് ഈ കപ്പാസിറ്റർ ഷോർട്ടേജ് ആണെങ്കിൽ അതുവഴി ഈ വരുന്ന 5 വോൾട്ടേജ് പോകും. അപ്പോൾ നമുക്ക് ഈ കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററിൻ്റെ ആണോ എന്ന് നോക്കാം. നമുക്കൊന്ന് ചാർജർ കുത്തി നോക്കാം. അപ്പോൾ എപ്പോഴും ഈ സാധനം രണ്ടും റിമൂവ് ആക്കി വെച്ച് നോക്കുക. ഇത് യാതൊരു റെസ്പോൺസും കാണുന്നില്ല. ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഒരു വഴിയും കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തതായിട്ട് ഇവിടെ എവിടെയെങ്കിലും വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ എവിടെയും വോൾട്ടേജ് വരുന്നതായിട്ട് കാണുന്നില്ല. ഇവിടെ വോൾട്ടേജ് വരുന്നില്ലെന്നൊരു സംഭവിക്കാനുള്ളത് ഈ 2 കമ്പോണൻസ് ഷോർട്ടായാലാണ്. പിന്നെ വരാൻ സാധ്യതയുള്ളത് ഈ ചാർജിങ് കണക്ടർ കംപ്ലയിൻ്റ് ആയാലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ചാർജിങ് കണക്ടർ ഒന്ന് മാറാം. ഞാൻ ചാർജിങ് കണക്ടർ മാറിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് സ്കിപ്പാക്കി ചാർജിങ് കണക്ടർ മാറിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനിയൊന്ന് കുത്തി നോക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്യാം. വോൾട്ടേജ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 4 വോൾട്ടേജ് മീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയായി എന്നുള്ളതാണ് വിചാരിക്കുന്നത്. നമുക്ക് ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്യാം. അഥവാ ബാറ്ററി ഇട്ടിട്ട് ഇനിയും ചാർജ് കയറുന്നില്ലെന്ന രീതിയിൽ നമുക്ക് ആ ബാറ്ററി ഒന്ന് മാറ്റിയിട്ട് വേറൊരു ബാറ്ററി ഇട്ട് നോക്കണം. ചാർജ് കയറുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതിലും ഡൗട്ടുള്ളവർ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോയായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.